ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടും, ഇന്ത്യൻ എക്കോണമിയുടെ ഷേപ്പ് മാറും, അത് താപ്പോട്ട് പോകും, ഡിക്ലൈൻ ചെയ്യും. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? അതായത് വെള്ളിയാഴ്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത് കഴിഞ്ഞു. അതായത് വീണ്ടും പുറകിലൂടെ റാലിയായിട്ട് ഇങ്ങനെ പുറകോട്ട് പോവുകയാണ്. അതായത് കോടികൾ അങ്ങ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ മനസ്സിലാക്കുക, കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തത് $9 ബില്യൺ. $9 ബില്യൺ. ഹ്യൂജാണ് സംഭവം. അമേരിക്കൻ ടാരിഫിൻ്റെ എഫക്റ്റാണ് ഈ സംഭവം. അതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ റിസർവ് ബാങ്കിന് അറിയാം ഇതിങ്ങനെ നടക്കും, ഈ 50% ടാരിഫ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, ഇന്ത്യൻ കറൻസിയെ ബാധിക്കും, ഈ ഇട്ടിരിക്കുന്ന വിദേശ നിക്ഷേപം പിൻവലിക്കും. അതിൻ്റെ പേരിൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 2 ദിവസം കൊണ്ട് $5 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഇന്ത്യൻ കറൻസി വാങ്ങിയത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൽ കൂടെ, നാഷണലൈസ്ഡ് മറ്റുള്ള ബാങ്കുകളിൽ കൂടെ വാങ്ങിയത്. കാരണം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ പോകാതിരിക്കാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് സെന്റിമെന്റ്സ് ആൻഡ് മാർക്കറ്റ് എഫക്റ്റ് ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്.